ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. എൻ്റെ പേര് അഞ്ജലി, അഞ്ജു എന്ന് വിളിക്കും. ഈ കഥ നടക്കുന്നത് എൻ്റെ പഠനകാലത്താണ്. എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു പെങ്ങളായ ലില്ലി അപ്പയുടെ വീടും അപ്പയുടെ ഭർത്താവും എക്സ് മിലിറ്ററിക്കാരനുമായ ശശി മാമനുമൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ. അപ്പയ്ക്കും മാമനും കുട്ടികളില്ലായിരുന്നു. അതിനാൽ അവർക്ക് ഞങ്ങൾ കുട്ടികൾ എന്നാൽ ജീവനായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ ജോലിക്കാരാണ്. ഞാൻ ഒറ്റ മോളാണ് വീട്ടിൽ. വേനൽ പരീക്ഷ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു വല്ലാത്ത സന്തോഷമായിരുന്നു. സ്കൂൾ അടയ്ക്കുമ്പോൾ അപ്പച്ചിയുടെ വീട്ടിൽ പോകാം, അവിടെ TV കാണാം, കളിക്കാം. അങ്ങനെ സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ. എൻ്റെ അവസ്ഥ തികച്ചും ഒറ്റപ്പെടലായിരുന്നു. അതിൽ നിന്നും ഉള്ള ഒരു മോചനമായിരുന്നു അപ്പയുടെ വീട്. കാലം കഴിഞ്ഞു. ഞാൻ +2 കഴിഞ്ഞു. എൻട്രൻസ് എഴുതി. റിസൾട്ടിന് കാത്തിരിക്കുന്ന സമയം ഞാൻ പതിവ് പോലെ അപ്പയുടെ വീട്ടിൽ പോയി. ഇതുപോലത്തെ അടിപൊളി കഥകൾ വായിക്കാൻ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ശരീരശേപ്പ് കൂടി പറഞ്ഞേക്കാം. 18 വയസ്സ് കഴിഞ്ഞേ ഉള്ളെങ്കിലും എന്നെ കണ്ടാൽ ഒരു 22 വയസ്സൊക്കെ ആരും മതിക്കും. വീട്ടിലെ ഒറ്റ മോളായതിനാൽ അച്ഛൻ്റെയും അമ്മയുടെയും ലാളനയുടെ ഫലം എൻ്റെ നെഞ്ചിലെ മുഴകളും പിന്നിലെ മുഴകളും ആര് കണ്ടാലും ഒന്ന് നോക്കി നിൽക്കുന്ന പരുവമാക്കി. 18 വയസ്സേ ഉള്ളൂ എങ്കിലും ഞാൻ ധരിക്കുന്നത് 34 സൈസ് ബ്രായും 95 സൈസ് പാൻറ്റീസുമാണ്. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ അപ്പയും മാമനും മാമൻ്റെ അനുജൻ്റെ ഭാര്യ മിനിച്ചേച്ചിയും മക്കളും ഉണ്ടായിരുന്നു. മാമൻ്റെ അനുജൻ ഗൾഫിലായിരുന്നു. വെക്കേഷൻ ആയതിനാലാണ് അവരും അവിടെ വന്നത്. അവർക്ക് 2 മക്കൾ, 5 വയസ്സുള്ള ആദിയും 7 വയസ്സുള്ള ആരതിയും. ഞങ്ങൾ ഞാനും പിള്ളേർക്കൊപ്പം കൂടി വലിയ കൂട്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് കളിയും തീറ്റയും ഉറക്കവും എല്ലാം. മാമനും അപ്പയും ഒരു റൂമിലും മിനി ആൻറ്റി ഒറ്റയ്ക്കും. ഞങ്ങൾ പിള്ളേരെല്ലാം ഒരുമിച്ചാണ് കിടന്നിരുന്നത്. മിനി ആൻറ്റി പയ്യന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചരക്കായിരുന്നു. അപ്പ കാണാത്ത സമയങ്ങളിൽ മാമൻ പ്രകോപനം ഉണ്ടാക്കുവാൻ മിനി ആൻറ്റി ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരുടെ ചില സമയങ്ങളിലെ പെരുമാറ്റവും എന്നിൽ സംശയങ്ങൾ ഉളവാക്കി. അപ്പോൾ മാർക്കറ്റിലും മാവേലിയിലുമൊക്കെ പോകുമ്പോൾ മിനി ആൻറ്റിയെ ഒട്ടി മാമൻ നിൽക്കുന്നത് കാണാമായിരുന്നു. ഒരു ദിവസം ഞാൻ അത് ശ്രദ്ധിച്ചു. അപ്പയില്ലാത്ത സമയം മിനി ആൻറ്റി കിച്ചണിലായിരുന്നു. മാമൻ അവിടെ ഹെൽപ്പറായി ഉണ്ട്. മിനി ആൻറ്റി കറി വെച്ചിട്ട് അച്ചു ടേസ്റ്റ് ചെയ്യാനായി സ്വന്തം കയ്യിൽ വെച്ച് മാമനെ കൊണ്ട് നക്കിക്കുന്നു. മാമനെ കറിയോടൊപ്പം ആൻറ്റിയുടെ കൈയും നല്ല പോലെ നക്കുന്നത്. അങ്ങനെ ഞാൻ ചെറിയ തട്ടലും മുട്ടലും ഒക്കെ ഞാൻ നോട്ട് ചെയ്തു. ഞാനൊന്നും ആരോടും പറഞ്ഞില്ല. അന്ന് രാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോകാൻ തോന്നി. ഞാൻ അങ്ങനെ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ മിനി ആൻറ്റിയുടെ റൂമിൻ്റെ വെളിയിൽ എത്തിയപ്പോൾ അവിടെ ഒരു ശിൽക്കാൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നു. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ മെല്ലെ താക്കോൽ ഹോളിലൂടെ നോക്കിയെങ്കിലും ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. ശബ്ദങ്ങളിൽ നിന്നും എനിക്ക് എല്ലാം മനസ്സിലായി. പെട്ടെന്ന് ഇവരുടെ കള്ളക്കളി ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പകല് ഞാൻ മാമിയുടെ റൂമിലെ കൊളുത്തു പോയ ജനലിനു കെട്ടിയിരുന്ന ചരട് കട്ട് ചെയ്തു. വൈകിട്ട് അപ്പ കടയിൽ പോയപ്പോൾ മാമനും ആൻറ്റിയും കൂടി പണി തുടങ്ങി. ഞാൻ പിള്ളേരെ കളിക്കാൻ വിട്ടിട്ട് മെല്ലെ പിന്നിൽ വന്ന് ജനൽ വിടവിലൂടെ അകത്തു നോക്കി. ഞാൻ ഞെട്ടിപ്പോയി. ഒരു തരി പോലും ഡ്രസ്സുമില്ലാതെ 2 പേരും അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു. അത് കണ്ടു നിന്നതും എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നി. ഞാൻ മെല്ലെ എൻ്റെ റൂമിൽ പോയി. ഞാൻ സ്വയം സുഖിച്ചു. മിനി ആൻറ്റി ഞാനായിട്ടും മാമൻ എന്നെ ചെയ്യുന്നതായിട്ടും ഞാൻ സ്വപ്നം കണ്ടു. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി മാമൻ പുരയിടത്തിൽ ഒരു വലിയ ഊഞ്ഞാല് കെട്ടി. അത് വീട്ടിന് കുറച്ച് പിറകിലായിരുന്നു. വീട്ടിൽ നിൽക്കുന്നവർക്ക് ഊഞ്ഞാൽ കാണുവാൻ കഴിയില്ലായിരുന്നു. അതിനുശേഷം ഞാനും പിള്ളേരും എപ്പോഴും ഊഞ്ഞാലിലായി കളി. പിന്നെ പലപ്പോഴും മാമൻ എന്നെ കാണുമ്പോൾ അറിയാത്ത പോലെ എൻ്റെ ഫ്രണ്ടിലും മറ്റുമൊക്കെ ശ്രദ്ധിക്കുന്നത് പോലെ എനിക്ക് തോന്നും.
ഞാനൊന്നും അറിഞ്ഞതായി നടിച്ചില്ല. ഒരു ദിവസം രാവിലെ ഞങ്ങൾ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരുന്നപ്പോൾ മാമൻ വന്നു. ഞാൻ കുട്ടികളെ നല്ലപോലെ ആട്ടിക്കൊടുക്കുമായിരുന്നു. പക്ഷേ പിള്ളേരെ ആട്ടിയാൽ എനിക്കത്ര സ്പീഡ് കിട്ടിയില്ലായിരുന്നു. അത് കണ്ട മാമൻ പറഞ്ഞു, 5 മോൾക്ക് മാമൻ ആട്ടിത്തരാം. ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചു. മാമൻ എന്നെ ആട്ടുവാൻ തുടങ്ങി. ആദ്യം ഊഞ്ഞാലിൻ്റെ തട്ടിൽ പിടിച്ചു ആട്ടിക്കൊണ്ടിരുന്ന മാമൻ ക്രമേണ എൻ്റെ ബാക്കിൽ പിടിച്ചതായി ആട്ടി. പിന്നെ എൻ്റെ ഇടുപ്പിൽ പിടിച്ചായി ആട്ടൽ. അപ്പോൾ ആദ്യ മോനെ ആടണമെന്ന് പറഞ്ഞ് ബഹളം തുടങ്ങി. അങ്ങനെ മാമൻ ആദിയോട് പറഞ്ഞു എൻ്റെ മടിയിലിരിക്കുവാൻ. അങ്ങനെ എന്നെയും ആദിയെയും ഒരുമിച്ച് മാമനാട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഊഞ്ഞാലിൻ്റെ തടി പിന്നിലോട്ട് പിടിക്കുമ്പോൾ ആദ്യ വീഴുമെന്ന് പറഞ്ഞ് അവനെയും കൂടി ചേർത്ത് പിടിച്ചായി ആട്ടൽ. അത് മെല്ലെ അറിയാത്ത പോലെ മാമൻ എൻ്റെ ഇടതു ഫ്രണ്ടിലും ചേർത്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് വല്ലാത്ത എന്തൊക്കെയോ ആയി. എങ്കിലും ഞാൻ സഹകരിച്ചു. പിന്നെ മാമൻ എൻ്റെ ഫ്രണ്ടിൽ നല്ലപോലെ തടവി. എൻ്റെ ഫ്രണ്ടിൽ ആദ്യമായിട്ടായിരുന്നു ഒരാൾ അങ്ങനെ തഴുകുന്നത്. മാമൻ ഊഞ്ഞാലിൻ്റെ തടി പിന്നിലോട്ട് വലിക്കുമ്പോൾ എൻ്റെ ബാക്ക് മാമൻ്റെ ഫ്രണ്ടിൽ തട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് മാമൻ എന്നെ നന്നായി സുഖിപ്പിച്ച് ആട്ടി തന്നു. അതായത് എൻ്റെ എല്ലാ സ്ഥലവും തടവിക്കൊണ്ട്. പിന്നെ ആരും കാണാതെ ഊഞ്ഞാൽ മെല്ലെ പുറകിലോട്ടാക്കി എൻ്റെ കഴുത്തിൽ ഒരു ഉമ്മയും തന്നു. എനിക്ക് മാമനോട് വല്ലാത്തൊരു ആഗ്രഹം തോന്നി. അപ്പോൾ മിനി ആൻറ്റി മക്കളെ വിളിച്ചു. വിളി കേട്ട് പിള്ളേർ വീട്ടിലോട്ട് ഓടി. ഞാൻ ഇറങ്ങാൻ നേരം മാമൻ തടഞ്ഞു എന്നെ. മാമൻ ഇറക്കിയില്ല. അവിടെ ഞാനും മാമനും മാത്രമായി. മാമന് മെല്ലെ എന്നെ ആട്ടിക്കൊണ്ട് എൻ്റെ 2 ഫ്രണ്ടുകളും നന്നായി തടവിക്കൊണ്ടിരുന്നു. പിന്നെ എൻ്റെ മുഖം മെല്ലെ മെല്ലെ പിടിച്ച് ഉമ്മ തന്നു. എന്നിട്ട് മാമൻ എന്നെ മെല്ലെ ഊഞ്ഞാലിൽ നിന്നും ഇറക്കി. എനിക്കപ്പോൾ മാമൻ്റെ മുഖത്ത് നോക്കാൻ നാണമായിരുന്നു. ഞാൻ മാമൻ്റെ മുഖത്ത് നോക്കാതെ കുനിഞ്ഞു നിന്നു. മാമൻ എൻ്റെ മുഖം പിടിച്ചുയർത്തി എന്നെ നന്നായി കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ പരസ്പരം നന്നായി സുഖിക്കുന്നുണ്ടായിരുന്നു ആ കെട്ടിപ്പിടുത്തത്തിൽ. അപ്പോൾ മാമൻ എന്നോട് പറഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വയലിൽ പോകാമെന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ വേഗം വീട്ടിലോട്ട് ഓടി. ഉച്ചയ്ക്ക് ശേഷം അപ്പയും ആൻറ്റിയും കൂടി മാമൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി. പിള്ളേരെയും കൊണ്ടുപോയി. ഞാനും പോകാനിരുന്നതാ. പിന്നെ ഞാൻ പോകണ്ട എന്ന് തീരുമാനിച്ചു. മാമനും അത് വലിയ സന്തോഷമായി. അവർ പോയ ശേഷം മാമൻ എന്നെ മാമൻ്റെ റൂമിലേക്ക് വിളിച്ചു. ഞാൻ ചെന്നപ്പോൾ ഒരു ലുങ്കി മാത്രം ഉടുത്ത മാമന് എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു, മോൾ ഇത്ര വളർന്നത് മാമൻ അറിഞ്ഞില്ല. മോളിപ്പോൾ നല്ല സുന്ദരിയായി. ഇനി അളിയനോട് പറയണം മോളെ കെട്ടിച്ചുവിടാൻ. അപ്പോൾ നാണത്തോടെ ഞാൻ പറഞ്ഞു, എനിക്ക് കല്യാണപ്രായം ഒന്നും ആയില്ല എന്ന്. അപ്പോൾ മാമൻ എൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, മോളുടെ ശരീരമൊക്കെ നല്ലപോലെ വളർന്നു. കല്യാണം കഴിപ്പിക്കേണ്ട പ്രായമായി. ഞാൻ മുഖം കുനിച്ച് ചിരിച്ചു. മാമന് മെല്ലെ എൻ്റെ മുഖം പിടിച്ചുയർത്തി എൻ്റെ നെറ്റിയിലൊരു ചുംബനം തന്നു. അപ്പോൾ ഞാൻ വേണ്ട മാമ എന്ന് പറഞ്ഞു. അപ്പോൾ മാമൻ പറഞ്ഞു, ഞാൻ മോളെ ഒന്നും ചെയ്യില്ല. പിന്നെ ഇതൊന്നും ആരും അറിയില്ല. മോള് പേടിക്കണ്ട എന്ന് പറഞ്ഞു. എന്നെ മെല്ലെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് മാമനെ എൻ്റെ പുറകിൽ തടവിക്കൊണ്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് പതുക്കെ പതുക്കെ ഞങ്ങളുടെ 2 പേരുടെ മേത്തും ഒരു തുണി പോലും ഇല്ലാതെയായി. എന്നെ നന്നായി സുഖിപ്പിക്കാൻ മാമൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ആദ്യത്തെ അനുഭവമായതുകൊണ്ട് എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. പിന്നെ അത് നല്ല സുഖമായി മാറി. ഞാൻ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത സുഖം എനിക്ക് മാമൻ തന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ അപ്പയും മാമയും ഇല്ലാത്ത ടൈമൊക്കെ ഇത് മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ സ്റ്റോറി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.